702 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 702 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ കാഴ്ച. 702ലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് ഭയപ്പെടാനിപ്പോ എന്ന് വെച്ചാൽ അങ്ങനെ ഭയപ്പെടാൻ ആകെ വീണ്ടും പോയല്ലോ എന്ന് നിരാശപ്പെടാനൊന്നുമില്ല. രണ്ടാം റൗണ്ടിന്റെ ഫലസൂചന പുറത്തു വരുമ്പോൾ 702 വോട്ടിൽ ലീഡ് ചെയ്യുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. അവരുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ വീണുപോവില്ല ഇവിടെ എന്ന പ്രതീക്ഷ നിലനിർത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ വിചാരിച്ച വോട്ടിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നാണ്. മുഹമ്മദ് അസ്ലമിനെ വേണം. അസ്ലമിനാണ് ആ കണക്ക് കൂട്ടലുകൾ അതേ നിലയ്ക്ക് പോകുന്നുണ്ടോ എന്ന് പറയാൻ കഴിയുക. സാജിദ് അജ്മൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 702 വോട്ടുകൾക്ക് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. രണ്ടാം റൗണ്ട് UDF ശക്തി കേന്ദ്രങ്ങളാണ്, പ്രത്യേകിച്ച് വഴിക്കടവിലെ UDF ശക്തി കേന്ദ്രങ്ങളാണ് ഇനി എണ്ണാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ഈ രണ്ടാം റൗണ്ടിൽ ആര്യാടൻ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? കുറഞ്ഞത് ഒരു 2000 വോട്ടിന് ലീഡെങ്കിലും നേടാൻ കഴിയുമോ എങ്കിൽ മാത്രമേ ഇപ്പോൾ മങ്ങിയിട്ടുള്ള പ്രതീക്ഷകൾക്ക് വീണ്ടും വെളിച്ചം വയ്ക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അൻവർ സ്പോയിലർ ആവുമോ ഇനിയും എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം അൻവർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. ഒരു മലയോര മേഖലയാണ്, ഒരു അതിർത്തി ഗ്രാമമാണ് വഴിക്കടവ് എന്ന് നമുക്കറിയാം. വലിയ പഞ്ചായത്താണ്, ഏതാണ്ട് 29,000-ലധികം വോട്ടുകളുള്ള ഒരു വലിയ പഞ്ചായത്താണ് വഴിക്കടവ്. ഇവിടെ അൻവർ ഒരു സ്പോയിലർ ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഇടങ്ങളിൽ UDFനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാകും ലീഡ് നിലനിർത്താൻ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ ഇനി പുറത്തു വരുന്ന സൂചനകളിൽ ആര്യാടൻ ഷൗക്കത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ UDFന് പ്രതീക്ഷയോടെ വോട്ടെണ്ണൽ കണ്ടിരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാം റൗണ്ടിലെ UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അല്ല സാജിദ്, ഇനിയുള്ള ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? രാഷ്ട്രീയമായ പ്രത്യേകത എന്താണ്? ഈ ഒന്നാം റൗണ്ടിൽ 419 വോട്ടിന് മാത്രമാണ് ഈ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ LDFനും UDFനും ഒരുപോലെ ശക്തിയുള്ള ബൂത്തുകളുണ്ട്. 14 ബൂത്തുകളിൽ ഒരു 5 ബൂത്ത് LDFന് ഒപ്പം നിൽക്കുന്ന ബൂത്തുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ കാര്യമായി വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എണ്ണുന്നത് റൗണ്ട് നമ്പർ 2 ആണ്. 15 മുതൽ 28 വരെ ഉള്ള ബൂത്തുകളാണ്. ഇതിൽ മാമൻകര, മരുത, അതുപോലെ തന്നെ വെള്ളക്കട്ട തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ബൂത്തുകളാണ് എണ്ണുന്നത്. 15 മുതൽ 28 വരെയുള്ള ബൂത്തുകൾ. ഈ ബൂത്തുകൾ UDFന് കാര്യമായി തന്നെ ലീഡ് പ്രതീക്ഷിക്കുന്ന ബൂത്തുകളാണ്. കാരണം UDFന് വലിയ സ്വാധീനമുള്ള UDFന്റെ പ്രവർത്തകരുള്ള ഒരു ബൂത്താണ്. ഈ ബൂത്തിൽ നിന്ന് അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ LDFിലേക്ക് കാര്യമായി മറിയുന്നുണ്ടോ എന്നതനുസരിച്ച് ഒരു ട്രെൻഡ് ആയി നമ്മൾ വിലയിരുത്താം. ആദ്യം ഒന്നാം റൗണ്ട് എന്ന് പറയുന്നത് LDFും UDFും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്നാണ് അൻവർ ഇത്ര 1500-ലധികം വോട്ട് പിടിച്ചത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ 15 മുതൽ 28 വരെയുള്ള ബൂത്തുകൾ വെള്ളക്കട്ട, മാമൻകര, മരുത അടക്കമുള്ള ബൂത്തുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ പ്രതീക്ഷ നമുക്കറിയണം.